ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നോ, അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നോ. ഹേ ഹലോ എന്ന് പറഞ്ഞേ. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊന്നും ലച്ചും സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോ നമ്മള് പൊന്നും ലച്ചനും ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. ഇവിടെ എല്ലാവർക്കും സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടാ, പിള്ളേർക്കും അച്ഛനും. അപ്പൊ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട്. അതാ കണ്ടില്ലേ, ജാനിക്കുട്ടി ഉറങ്ങിയിട്ട് വേണം എനിക്ക് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ. ഒരു ഉമ്മ തരുമോ? വേണ്ട. എന്നാ ബേഗ്. ഹായ് ഹലോ പറഞ്ഞേ. ഇതില് നോക്കി പറ. എന്താ കാണിക്കണേ നോക്കട്ടെ. എന്താ കാണിക്കണേ? എന്താ കാണിക്കണേ? എന്ത്? ഓ, ഞങ്ങൾ ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. ചോറ് കഴിക്കാനുള്ള നേരം ആവണല്ലോ. അമ്മ അവിടെ മീൻകറിയും മീൻ ഫ്രൈയും പിന്നെ എന്താ ഉപ്പേരൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഉണ്ണീനൊക്കെ കുളിപ്പിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ഉറക്കണം. ഉറങ്ങണ്ടേ ജാൻകുട്ടി? ജാനിക്കുട്ടിക്ക് ഉറങ്ങണ്ടേ? എന്നിട്ട് വേണം അമ്മയ്ക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. അപ്പൊ ഓക്കേ എന്ന് പറഞ്ഞേ. ഓക്കെ. എൻ്റെ കൂടെ കട്ട സപ്പോർട്ടിന് നമ്മുടെ പൊന്നുള്ളിച്ചുണ്ട്. അവരിപ്പോൾ ഫ്രീ അല്ല, അവർക്ക് എക്സാം അല്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ വ്ളോഗൊക്കെ ചെയ്യുന്നത്. എന്തായാലും വെക്കേഷൻ ആയി കഴിഞ്ഞാൽ അടിപൊളി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ കയ്യിലുള്ള 3 കളർ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഒനിയൻ, പിന്നെ ക്യാബേജ്, കുറച്ച് മല്ലിയില ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇല്ലേ, അത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഓൾറെഡി രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സാൻഡ്വിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിൽ സാൻഡ്വിച്ച് നിർബന്ധമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കായാലും അച്ഛനായാലും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാൻഡ്വിച്ചിലാണ് ഞാൻ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താറ്. പിന്നെ പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇത് ആഡ് ചെയ്തിട്ട് നന്നായി വഴണ്ട് വന്ന് കഴിഞ്ഞാല് ഒനിയൻ ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, വേണമെങ്കിൽ ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഫില്ലിങ് റെഡി ആയിട്ടാ. ഇത് ഇങ്ങനെ ആക്കിയില്ലെങ്കിലും വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും ഇട്ട് വേവിച്ച ചിക്കൻ ഇല്ലേ, അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് റെഡി ആക്കിയാലും കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പോൾ ഹെൽത്തി മയോണൈസാണ് ഉണ്ടാക്കാറ്. പുഴുങ്ങിയ മുട്ടയും 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് പാല്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, പഞ്ചസാര, ഉപ്പാവശ്യത്തിന്, കുരുമുളക് പൊടി, കുറച്ച് സുർക്ക, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി മയോണൈസ്. ടേസ്റ്റ് വൈസും നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ചിക്കനും മസാല ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ക്യാബേജ്, ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ മയോണൈസ്, പിന്നെ കുറച്ച് കെച്ചപ്പ്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. സംഭവം റെഡിയായി. നമ്മുടെ ഫില്ലിങ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഹെൽത്തി മയോണൈസ് അല്ലേ, അപ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. അങ്ങനെ ബ്രെഡ് ഇതുപോലെ അരിക്കൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. പൊന്നുണ്ടെങ്കിൽ പൊന്നു എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അവൾക്ക് ബട്ടർ ഇങ്ങനെ തേച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്താലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊന്നുണ്ടെങ്കിൽ ആ പരിപാടികളൊക്കെ എനിക്ക് അവളാ ചെയ്ത് തരാറ്. അങ്ങനെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓരോ ബ്രെഡായിട്ടും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അരികെ മുറിക്കണം എന്നില്ലെങ്കിൽ അങ്ങനെ വെച്ച് ടോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ 2 സൈഡ് എന്നിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ഫില്ലിംഗ് ഇല്ലേ, അതോടെ വെച്ചെടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് റെഡി ഇട്ടാ.
ഇത്രയുള്ളൂ. എന്റെ പൊന്നൂനും ലച്ചുവിനും കൂക്കൂര് പോയിട്ട് വിളിക്കേണ്ട ഡ്യൂട്ടി എനിക്കാട്ടാ. അച്ഛൻ എവിടെ പുറത്ത് പോയിരിക്കുക. അപ്പൊ ഞാൻ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഓടിപ്പോയി കൂക്കൂര് സെന്ററിലേക്ക്. അവർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ എത്തിയെന്ന് പണ്ട് എനിക്ക് വിളി വന്നു. അങ്ങനെ ഞാൻ വേഗം ചെന്നു. അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ, അവിടെ ചുറ്റും നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിലെത്തി. അപ്പൊ വീട്ടിലെത്തി ഉണ്ണി ഉണർന്നപ്പോ ഭയങ്കര വാശിയായിരുന്നു. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അത് കാരണം ഞാൻ ഈ ക്രിസ്മസ് ട്രീ പോലെ സെറ്റ് ചെയ്തതാട്ടത്. അതാ നമ്മുടെ പിള്ളേര് വന്നു. സാൻഡ്വിച്ച് കഴിക്കാം. എന്താ ഇവിടെ നിങ്ങളുടെ ഇങ്ങനെ കാട്ടില് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നിങ്ങൾ വെറുതാക്കുന്നു. ഇഷ്ടായല്ലോ അച്ഛമ്മോ? ഇഷ്ടായ പൊന്നോ? ഞാമ്പിക്ക് വേണ വേണ? സോ ഗൈസ്, ഞങ്ങളുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.